സമുദ്രനിരപ്പിൽ നിന്നും 2500ഓളം അടി ഉയരത്തിലുള്ള മഞ്ഞമ്പതി കുന്നിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. കാഞ്ഞങ്ങാട് നിന്നും 5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മഞ്ഞമ്പതി കുന്നിലെത്താം. കാസർഗോഡ് നഗരത്തിൽ നിന്നും 31 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്കിവിടെ എത്താം. അതുപോലെ തന്നെ മംഗളൂരു എയർപോർട്ടിൽ നിന്നും 92 കിലോമീറ്റർ സഞ്ചരിച്ചാലും മഞ്ഞമ്പതി കുന്നിലെത്താം. പ്രകൃതി മനോഹരമായ ഈ സ്ഥലത്ത് ഏറ്റവും വലിയ പ്രത്യേകത വാന നിരീക്ഷണത്തിന് പറ്റിയൊരു ഇടം എന്നതാണ്. എന്തായാലും നമുക്ക് മഞ്ഞമ്പതി കുന്നിലെ വിശേഷങ്ങൾ കാണാം. ഇത് വൺ ഓഫ് ദ മോസ്റ്റ് നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അപ്പം ഇവിടെ അധികം വരുന്നത് ഞായറാഴ്ച വൈകുന്നേരങ്ങളിൽ ആൾക്കാർ സൺസെറ്റ് കാണാനും പിന്നെ ഏർലി മോർണിംഗിൽ സൺറൈസ് കാണാനും നല്ല അതിമനോഹരമായിട്ടുള്ള സ്ഥലമാണ്. പിന്നെ രാവിലെ കോടമഞ്ഞ്, ഇപ്പം സ്പെഷ്യലി ഡിസംബർ മാസങ്ങളിൽ കോടമഞ്ഞ് നന്നായിട്ടുണ്ട്. ഞാൻ എല്ലാ ദിവസവും വരുന്നതാണ്. രാമായണ കഥയുമായി മഞ്ഞമ്പതി കുന്നിന് ബന്ധമുണ്ട്. രാമരാവണ യുദ്ധത്തിൽ പരിക്കേറ്റ ലക്ഷ്മണനെ മൃതസഞ്ജീവനം കൊണ്ടുവരാൻ ഹനുമാൻ പർവ്വതം കൊണ്ടുവരുമ്പോൾ അടർന്നു വീണുണ്ടായതാണ് മഞ്ഞമ്പതി കുന്നെന്ന ഒരു ഐതിഹ്യം കൂടിയുണ്ട്. നമുക്ക് തൊട്ടുപിറകിൽ കാണുന്ന അവിടെയാണ് ഒരു വീരമാരുതി ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത്. മഞ്ഞമ്പതി കുന്ന് എന്ന് പറയുന്നത് നമ്മുടെ രാമായണ കാലം മുതൽ നമ്മുടെ ആനന്ദാശ്രമം എന്ന് പറയുന്നത് നമ്മുടെ ജാതിമത ഭേദമന്യേ എല്ലാവർക്കും ഏത് സമയത്തും എത്തിച്ചേരാൻ പറ്റുന്ന ഒരു പുണ്യ സങ്കേതമാണ് നമ്മുടെ ആനന്ദാശ്രമം. ആനന്ദാശ്രമത്തിന്റെ പവിത്രമായ ആ രാമമന്ത്രത്തിന്റെ ഒരു വലിയ ധ്വനിയുടെ ഫലമായിട്ടാണ് മഞ്ഞമ്പതി കുന്നിൽ നമ്മുടെ വീരഹനുമാന്റെ അമ്പലം 2013 നമ്മുടെ വീരമാരുതി ക്ഷേത്രം ഇവിടെ നിലവിൽ വരുന്നത്. അതുമായി ബന്ധപ്പെട്ട് ആനന്ദാശ്രമത്തിൽ വരുന്ന ആളുകളൊക്കെ തന്നെ നമ്മുടെ വീരമാരുതി ക്ഷേത്രത്തിലേക്കും വന്നുകൊണ്ടിരിക്കുകയാണ്. അത് മാസത്തിൽ പൗർണമി ദിവസം മാത്രമാണ് ഒരു ദിവസം നട അവിടെ തുറക്കുന്നത്. ആ നട തുറന്നു കഴിഞ്ഞാൽ തന്ത്രീശ്വരന്റെ നേതൃത്വത്തിൽ വൈകുന്നേരം 6 മണി മുതൽ 8 മണി വരെ പൂജാതി കർമ്മങ്ങളും വരുന്നവർക്ക് ലഘുഭക്ഷണവും കൊടുക്കുക എന്നുള്ളതാണ്. ഇതാണ് വീരമാരുതി ക്ഷേത്രത്തിൽ ഒരു മാസത്തിൽ പൗർണമി പൂജ. അതേപോലെ വൈകുന്നേരങ്ങളിൽ എല്ലാ ദിവസവും അവിടെ വിളക്ക് കത്തിക്കുന്ന പതിവ് അവിടെ നിലവിലുണ്ട്. സൂര്യോദയവും അസ്തമനവും ഒരേ സ്ഥലത്ത് നിന്ന് കാണാമെന്നതാണ് മഞ്ഞമ്പതി കുന്നിന്റെ മറ്റൊരു പ്രത്യേകത. പക്ഷേ മഞ്ഞമ്പതി കുന്നിന് വലിയ പരിഗണന കിട്ടിയോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഇല്ല എന്ന് പറയേണ്ടി വരും. വലിയ ടൂറിസം സാധ്യതയുള്ള ഒരു പ്രദേശമാണ്. പക്ഷേ ഒരുപാട് പദ്ധതികൾ പ്രഖ്യാപിച്ചെങ്കിലും അതൊന്നും ഇവിടെ എങ്ങും എത്താത്ത ഒരവസ്ഥയിലാണ്. അതിൽ നമ്മോടൊപ്പം പ്രദേശവാസിയായ ബാബു ചേരുന്നുണ്ട്. നിലവിലെ ഒരു മഞ്ഞമ്പതി കുന്നിൽ ഒരുപാട് പദ്ധതികൾ കൊണ്ടുവന്നിരുന്നു. എന്താണ് നിലവിലെ അവസ്ഥ? നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് കേരളത്തിലെ ടൂറിസം മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് കാസർഗോഡ് ജില്ലയിലെ ഒന്ന് നമ്മുടെ മഞ്ഞമ്പതി കുന്നും, അതുപോലെ റാണിപുരം, അതുപോലെ ബേക്കൽ ഫോർട്ട്. ഈ 3 സ്ഥലങ്ങൾക്കും വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ മന്ത്രി ചന്ദ്രശേഖരൻ സാർ ഉണ്ടാകുന്ന സമയത്ത് ഒരു പ്രൊജക്ട് എന്നുള്ള രീതിയിൽ 3 കോടി രൂപ മാറ്റിവെച്ചിനി എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിച്ചത്. പക്ഷെ അതിൻ്റെ പ്രാരംഭ നടപടി എന്നുള്ള രീതിയിൽ മഞ്ഞമ്പതി കുന്നിൻ്റെ മുകളിലായിട്ട് അവിടേക്ക് ഒരു റോഡ് നന്നാക്കിയിട്ടുണ്ട്. അതുപോലെ സ്ട്രീറ്റ് ലൈറ്റ് നന്നാക്കാൻ വേണ്ടി സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അതുപോലെ ഒരു ബിൽഡിംഗ് തുടങ്ങാൻ വേണ്ടി അതിൻ്റെ കൺസ്ട്രക്ഷൻ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അത് വേണ്ട രീതിയിൽ അത് മുമ്പോട്ട് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നും തന്നെ നമുക്ക് കാണാൻ സാധിക്കില്ല. പക്ഷേ വരും കാലങ്ങളിൽ വിനോദസഞ്ചാരികൾക്ക് ഏറ്റവും നല്ലൊരു മനോഹാരിത എനിക്ക് തോന്നുന്നു കേരളത്തിലെ വേണ്ട രീതിയിൽ അതിന് ടൂറിസം മേഖലയിൽ പ്രാധാന്യം കൊടുത്തോ എന്ന് ചോദിച്ചാൽ കൊടുത്തില്ല എന്ന് പറയാൻ സാധിക്കും. ശനി ഞായർ ദിവസങ്ങളിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ എത്തുന്നത്. എന്തായാലും ശുദ്ധ വായു ശ്വസിക്കാം. അതോടൊപ്പം അറബിക്കടലിന്റെ സൗന്ദര്യം കാണാം. താഴെ അരയിപ്പുഴ ഒഴുകുന്നത് കാണാം. മാത്രമല്ല പ്രകാശ മലിനീകരണം സംസ്ഥാനത്ത് ഏറ്റവും കുറവുള്ള ഒരു സ്ഥലം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ വാന നിരീക്ഷണത്തിന് പറ്റിയ ഒരിടമാണ് സംസ്ഥാനത്ത് തന്നെ. ഏതായാലും കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം
കേരളത്തിലെ ഊട്ടി എന്നറിയപ്പെടുന്ന റാണിപുരം, അതോടൊപ്പം ലോക ടൂറിസം ഭൂപടത്തിൽ തന്നെ ഇടം പിടിച്ച ബേക്കൽ കോട്ട, ഇവയെ ബന്ധിപ്പിച്ച് ഒരു ടൂറിസം പദ്ധതി തന്നെ ആവിഷ്കരിച്ചിരുന്നെങ്കിലും അത് നടപ്പിലായിട്ടില്ല. ഏതായാലും അത്തരം പദ്ധതികൾ ഉണ്ടായാൽ മഞ്ഞമ്പതി കുന്ന് വലിയ സഞ്ചാരികളുടെ ഒരു കേന്ദ്രമായി മാറും. അത്തരം പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അത് വളരെ വേഗം തന്നെ നടപ്പിലാക്കണമെന്നൊരു ആവശ്യം തന്നെയാണ് ഉയരുന്നത്. അങ്ങനെ മഞ്ഞമ്പതി കുന്നിനെയും നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ടൂറിസം ഭൂപടത്തിൽ ഇടം പിടിക്കുന്ന രീതിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനുള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടത്. അത്തരം നടപടികൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് കാസർഗോഡ് മഞ്ഞമ്പതി കുന്നിൽ നിന്നും KB ബൈജു, ന്യൂസ് 18.